ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വ്ളോഗ്. ഞാൻ കുറച്ച് പേര് വീഡിയോ എടുത്തായിരുന്നു, ഒരു ഒട്ടും പ്രകാശമില്ല, ലൈറ്റ് ഇല്ല. കാരണം ഇപ്പം സമയം 5 മണിയാണ്. 5 മണിക്ക് നല്ല ഇരുട്ടാണ് ഇവിടെ. അപ്പം ഞങ്ങൾക്കൊരു സ്ട്രെയിറ്റ് ലൈറ്റിൻ്റെ വെട്ടത്തിൽ മറ്റേ പണ്ടുള്ളവർ പഠിച്ചതുപോലെ ഞാൻ വ്ളോഗ് എടുക്കുകയാണ്. എൻ്റെ കൂടെ ബേസിലുണ്ട്. ആദ്യം ഇപ്പോൾ ലണ്ടനിലോട്ട് നമ്മുടെ എബിനും ജോജും ഒക്കെ പോയിട്ടുണ്ട്. ഇത്രയും ധൃതി പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബസ് മിസ്സാവും അല്ലെങ്കിൽ ട്രെയിൻ മിസ്സാവും. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇവിടെ കൂടുതൽ വേറെ ഫ്രണ്ട് വരുന്നുണ്ട്. പുള്ളി ആത്മാവാണ്, പേര് പറയുന്നില്ല. അപ്പം നമ്മൾ നേരെ ലണ്ടനിലേക്ക് പോവാണ്. 12 മണിക്ക് അവിടെ വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാ കേട്ടെ. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. എവിടെ നിന്നാ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇപ്പം നേരെ നമ്മൾ അങ്ങോട്ടേക്ക് പോവാം. അങ്ങനെ ഗായ്സ്, നമ്മളിപ്പം ടിക്കറ്റ് എടുത്തേക്കും ലണ്ടനിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ട്രെയിനിലാണ് പോകുന്നത്. ഇപ്പോൾ ക്യാമറ ഹോൾഡ് ചെയ്യുന്ന ഇൻവിസിബിൾ ഫ്രണ്ടാണ്. മറ്റേ എന്തോ ഒരു സംഭവമുള്ള ഒരു കൂട്ടുകാരനാണ്. പുള്ളിക്കാരൻ മുഖം കാണിക്കത്തില്ല, ഒന്നും കാണിക്കത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നേരെ ലണ്ടനിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുവാണ്. എത്ര മണിക്ക്? 6 മിനിറ്റ്സ് 5:15 ട്രെയിൻ വരുന്നതായിരിക്കും. ഇപ്പോൾ ഇവിടെ ഇരുട്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. ട്രെയിൻ വരുന്നത് ബാക്കി വിശേഷങ്ങൾ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ബൈ. അങ്ങനെ കഴിച്ച് ഞങ്ങൾ ട്രെയിനിൽ കയറി. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രാവശ്യം ലണ്ടനിൽ പോയപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ തെറ്റിപ്പോയായിരുന്നു. ഈ പ്രാവശ്യം അതേ സെയിം സംഭവിച്ച് പ്ലാറ്റ്ഫോം നമ്പർ 3 വരേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഇപ്പോഴാണെങ്കിൽ ട്രെയിനിൽ ആരുമില്ലെന്നല്ല, ആൾക്കാരുണ്ട്, പക്ഷേ കുറവാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കുറേ ആൾക്കാരൊക്കെ വരും എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ നേരെ ലണ്ടനിലേക്ക് യാത്ര പോവുകയാണ്. അങ്ങനെ ഗൈസ്, നമ്മൾ ലണ്ടൻ എത്തി. ലണ്ടൻ അടിപൊളിയാണ് കേട്ടോ. നല്ല ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വലിയ തലയ്ക്ക് അവിടെ ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ട്. എങ്ങനെയുണ്ട് ലണ്ടൻ? അടിപൊളി. ഞാൻ രാത്രി നൈറ്റ് ഇങ്ങനെ ലണ്ടനിൽ വന്നിട്ടില്ല. അപ്പൊ നൈറ്റ് രസമുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഓരോ എല്ലാത്തിൻ്റെ മേളിൽ എന്താ പറയുന്നത്, എല്ലാ ബിൽഡിങ്ങിന്റെ മേളിൽ ചുവപ്പ ലൈറ്റ് ഒക്കെ ഉണ്ട്. അത് നേരത്തെ ഉള്ള ഇവിടെ മറ്റേ പ്ലെയിൻ കട്ടായിരിക്കാൻ വേണ്ടിയായിരിക്കും. അപ്പൊ ഞങ്ങൾ നേരെ ലണ്ടൻ ബ്രിഡ്ജ് സ്റ്റേഷനിലേക്ക് നടക്കുക. അവിടെ ജോജു ഉണ്ട്, നമ്മുടെ എബിനുണ്ട്. അവരെയൊക്കെ ഒന്ന് കണ്ടിട്ടില്ല, അവരെ കൂട്ടിയിട്ട് അങ്ങോട്ടൊക്കെ പോകണം. ലൈറ്റൊക്കെ കാണണം. നല്ല രസമുണ്ട്. ഇൻവിസിബിൾ ഫ്രണ്ട് കാണാൻ പറ്റും. അപ്പോൾ ഗൈസ്, ഞങ്ങളങ്ങനെ ഏണിയും പാമ്പും കളിക്കുകയാണ്. അതായത് അവരൊരു ലൊക്കേഷൻ ആയിരിക്കും, നമ്മുടെ ഒരു ലൊക്കേഷൻ ആയിരിക്കും. നമ്മൾ ഈ ഒരു ലൊക്കേഷൻ നടുക്കായിട്ട് വരുമ്പോഴത്തേക്ക് ഇന്റർസെക്ട് ചെയ്യും. അതാണ് സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഏണിയും പാമ്പും കളിച്ച് അങ്ങനെ ഞങ്ങള് ഒത്തുചേർന്നിരിക്കുകയാണ്. അവർ താണ്ട് ഇവിടെ നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, അവര് ഇവിടെ നിൽക്കുകയാണ്. ഹലോ ഗായ്സ്. ഹായ് ഗായ്സ്. ഞങ്ങൾ കണ്ടുപിട്ടിരിക്കുന്നത് അങ്ങനെ ഗൈസ്, ഒരുപാട് കഷ്ടപ്പെട്ട് കുറച്ച് ലൈറ്റുകൾ കാണാൻ പറ്റി. കാരണം ഇവിടെ ഫുള്ള് ബ്ലോക്ക്ഡാണ്. ഫയർ വർക്സ് കാരണം ആ ഒരു ഏരിയ ഫുള്ള് ബ്ലോക്കാണ്. എന്ന് വെച്ചാൽ വേണ്ട സ്ഥലത്തെല്ലാം അവർ ബ്ലോക്ക് ചെയ്തേക്കുവാണ്. ടിക്കറ്റ് എടുത്താൽ കയറാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ കുറച്ച് ലൈറ്റുകൾ കാണാൻ പറ്റി. അപ്പൊ നമ്മൾ എന്തായാലും കുറച്ച് ആശ്വാസമുണ്ട്. ഇനിയിപ്പോൾ ഫയർ വർക്സ് കാണുമെന്ന് എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. വല്ലാത്തൊരു നിരാശയായിപ്പോയി. ആരും കുഴപ്പമില്ല, എല്ലാവരും കാണാൻ പറ്റിയില്ലേ.
എന്ത് ഇത് പുൽച്ചാടി, കുറെ പുൽച്ചാടി കിടന്ന് ചാടുന്നു കിടന്ന്. അപ്പം ബാക്കി എന്തായാലും വല്ലതും കാണാൻ പറ്റുമെങ്കിൽ പ്രതീക്ഷയോടെ ഞാൻ കാത്തിരിക്കുന്നു. നോക്കാം. ഇത് ഞാൻ ഏറ്റവും കൂടുതൽ കൊതിച്ച സ്ഥലമാണ് കാണാൻ വേണ്ടി. നല്ല രസമാണ്. പല കളറും ഉണ്ട്, ഒറ്റ കളറല്ല. എനിക്ക് കളർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കളർ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടം. നല്ല രസമുണ്ട്. സത്യം പറഞ്ഞ ഈ കളി ലൈറ്റ്സ് ഒക്കെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ ഏറ്റവും നല്ലത് കേട്ടോ. ക്യാമറ വരുമ്പോഴത്തേക്ക് അതിലൊന്നും കാണാൻ പറ്റുന്നില്ലായിരിക്കും, പക്ഷെ കണ്ണുകൊണ്ട് നൈസാണ്, കണ്ണുകൊണ്ട് കാണാൻ നൈസാണ്. എന്തായാലും അടിപൊളി. കുറച്ച് ആഗ്രഹമൊക്കെ നടന്ന് ലണ്ടൻ വന്നതിൽ. എന്തായാലും ഇനി നേരെ അവര് മറ്റേ എന്തോ ഒരു സ്ഥലത്തുണ്ട്, അവര് വെയിറ്റ് ചെയ്യുവാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ്. അവരെല്ലാരും നിൽക്കുന്നത് ട്രഫാൾക്കർ സ്ക്വയറിന്റെ അവിടെയാണ്. പേരിച്ചിരി പാടാം. അപ്പം അവിടെ മറ്റേ വെടിക്കെട്ട് കാണാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വേറെ ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ പറഞ്ഞുകൊണ്ടാ അങ്ങോട്ടേക്ക് പോവാ. അപ്പം ഫയർവർക്സ് കാണാമെന്ന് ആശയോടെ അങ്ങോട്ട് പോകുന്നു. അത് കഴിഞ്ഞിട്ട് അവരെ കൊണ്ട് പറ്റുമെങ്കിൽ ഇങ്ങോട്ട് ഒന്ന് കറങ്ങണം. അപ്പോൾ അവിടെ നിന്ന് രണ്ടു ഫോട്ടോസ് ഒക്കെ എടുക്കാം നൈസായിട്ട്. അപ്പം എന്തായാലും ഇപ്പം നേരെ ഇനി ഒരു 4 മിനിറ്റാണ് കാണിക്കുന്നത്. 4 മിനിറ്റ് അവിടെ എത്തും. അപ്പോൾ അതുകൊള്ളാലും അവിടെ ലൈറ്റൊക്കെ ഉണ്ട്. അപ്പം എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകണം. അപ്പം സമയം ഏകദേശം 11 മണിയായി. അല്ലാം അടിക്കുന്ന അല്ലാം. ഓക്കെ, അപ്പം അങ്ങോട്ട് പോകാം. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ സ്ക്വയറിന്റെ അവിടെ എത്തി. എല്ലാരും ഇവിടെ താഴെ തളർന്നിരിക്കുകയാണ്. അപ്പം ഞങ്ങള് ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി ഞങ്ങൾ ഇനി 1 മണിക്കൂറുകളുണ്ട്. എല്ലാവരും പോയി കാശ്. അപ്പം ഇനി ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. ഇവിടെ നല്ല ജനക്കൂട്ടമുണ്ട്, നല്ല ആൾക്കാരുണ്ട് ഇവിടെ. കാരണം അങ്ങോട്ട് ആരും കടത്തി വിടത്തില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇവിടെ നിന്ന് ഫയർവർക്സ് കാണാൻ വെച്ചിരിക്കുകയാണ്, തീ പിടിക്കാന്ന് വെച്ചിരിക്കുകയാണ് എല്ലാവരും ഇവിടെ.
നോക്കാം, കാണാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു. നമുക്ക് നോക്കാം. അങ്ങനെ ഗൈസ് ഇവിടെ ന്യൂ ഇയർ ആയിരിക്കുകയാണ്. ഫയർ വർക്സ് ഞങ്ങൾ എല്ലാവരും കൺകൂളൊക്കെ കാണാൻ പറ്റും. അത് തന്നെ, ഇതിലും നല്ല ഫയർ ഉണ്ടായിരുന്നു നമ്മുടെ പെട്ടിക്കടയില് പണ്ടത്തെ. അയ്യോ അത് കട്ടൊന്നുമില്ല, അധികമായിട്ട് കാണാൻ പറ്റിയില്ല. എന്തായാലും വലിയ കുഴപ്പമില്ല, നന്നായിരുന്നു. ഞങ്ങൾ സെൽഫി എടുക്കാൻ പോവാണ്. അങ്ങനെ ഗൈസ് നമ്മളിപ്പം ഒരാളിവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്റ്റെപ്പി എന്നെ എപ്പോഴും ക്ലാസ്സിൽ കയറ്റുന്ന സ്റ്റെപ്പി. അതെ, ഒരു വർഷം ശേഷം ഞങ്ങൾ കാണുകയാണ്. കഴിഞ്ഞ വർഷം കണ്ടതല്ലേ? അയ്യോ പഴയ ചളി. പഴയത് ബിഗ് ബെന്നിന്റെ അടുത്ത് വന്നേക്കാണ്. വേണ്ട അവിടെ എന്തായിരുന്നു ഈകളെ എന്തോ ലണ്ടനായി ഉണ്ട് അവിടെ. ലണ്ടൻ ഞാൻ കാണിച്ചായിരുന്നു. ഞങ്ങൾ ഇനി എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല, കാരണം തിരിച്ചു പോകാൻ ബസ്സും കാര്യങ്ങളൊന്നുമില്ല, ട്രെയിനൊന്നുമില്ല. ഞങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ് ഇവിടെ, എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പം ആലോചിക്കാം എന്താ ചെയ്യണം. അങ്ങനെ ഗൈസ് നമ്മൾ ഈ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങളെല്ലാം തിരിച്ച് വിക്ടോറിയ പോയിട്ട് എങ്ങനെയാണെങ്കിൽ തിരിച്ച് എങ്ങനെ
ബസ് പിടിച്ചോ എങ്ങനെ ട്രെയിൻ പിടിച്ചോ എങ്ങനെ പോകാൻ വേണ്ടി ഞങ്ങൾ പ്ലാൻ ചെയ്യുക. അപ്പം ഈ വർഷത്തെ പറ്റി എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ വർഷത്തെ പറ്റി എനിക്ക് പറയാനുള്ളത് വെച്ചാൽ വലിയ എനിക്ക് കുറേ നഷ്ടങ്ങൾ സംഭവിച്ചത് വർഷങ്ങളാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് സ്വന്തം വീട് വിട്ട് ഇങ്ങോട്ടും ചേക്കേറി വലിയ ആഗ്രഹമില്ലാതെ ചേക്കേറിയതാണ്. പിന്നെ ഇപ്പോഴും ആ ഒരു ഇത് മാറിയിട്ടില്ല. കുഴപ്പമൊന്നും എനിക്ക് കുഴപ്പമുണ്ടോ? എന്തോ നഷ്ടമെന്ന് പറയാൻ നീ ലണ്ടനിലാ ഇപ്പൊ നിൽക്കുന്നു. എന്നാലും സ്വന്തം വീട് വിട്ട് നാട് വിട്ട് വണ്ടയിലോട്ടല്ലോ പോയത്. നീ സമ്മതിക്കൂല. അപ്പൊ നമ്മള് സ്റ്റെബിനോടും സ്റ്റെബിന്റെ ഫ്രണ്ടിനോടും ഇതിൽ ടാറ്റ പറയുവാണ്. ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. ഞങ്ങളിപ്പം 5 പേരുടെ തിരിച്ചു. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ ഓൾ ഓഫ് യു. അപ്പം പവർ ബാങ്ക് and all who are wishing to be subscribers, I wish you a happy new year. And ഇത്ര ഇംഗ്ലീഷ് അറിയാം. ഇത്ര ഇംഗ്ലീഷ് അറിയാം. അപ്പം ഇതെവിടുന്ന് നമ്മൾ പോവാണ്. ബൈ ബൈ ഗൈസ്. അങ്ങനെ ലണ്ടനെ ഇവിടെയൊക്കെ ടാറ്റ പറഞ്ഞ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതായത് ഈ 2023 എന്ന വർഷം എനിക്ക് ഭയങ്കര സന്തോഷം തരുന്നൊരു വർഷമൊന്നും അല്ലായിരുന്നു. വീടൊക്കെ എല്ലാം വിട്ട് വന്നുകൊണ്ട് കൂട്ടുകാരെയൊക്കെ വിട്ട് വന്നു. എന്തിനോ വേണ്ടി ഞാൻ വന്നു എന്ന രീതിയിലായി പോയി. പക്ഷെ എനിക്ക് കുറച്ച് എക്സ്പോഷർ കിട്ടി, കുറച്ച് പുതിയ പുതിയ ആൾക്കാരെ കാണാൻ പറ്റി എന്ന രീതിയിലൊക്കെ നല്ല കാര്യങ്ങളാണ്. അപ്പം ഈ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പം എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം പുതിയ പുതിയ വീഡിയോ വരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പിന്നെ ഞാൻ വിശ്വസിച്ചുകൊണ്ട് നല്ല ക്ഷീണമുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഓക്കെ, ബൈ ബൈ ഗായ്സ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ്. ബൈ ബൈ ഗായ്സ്.